ായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഡി ഓഫ് ഹെർമൺ മിനിസ്ട്രി ഇലെ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുവെന്നും പ്രാർത്ഥന നടക്കുന്നുവെന്നും മീറ്റിങ്ങുകൾ ദൈവജനം പലയിടങ്ങളിൽ നിന്ന് കടന്നു വരുന്നുവെന്നും കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം ജെ എബ്രഹാമിന്റെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ ദീർഘനാളുകളായിട്ട് ഒരു പരിധിവരെ അമേരിക്കയിൽ ഞാൻ വന്ന നാൾ മുതൽ ആ വർഷത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ദാസൻ ശുശ്രൂഷിക്കുന്ന ആ വർഷത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഒക്ലഹോമയിലുള്ള ചർച്ചിൽ സ്പെഷ്യൽ മീറ്റിങ്ങുകൾക്ക് ഇൻവൈറ്റ് ചെയ്യുകയും കടന്നു എന്ന് ശുശ്രൂഷിപ്പാൻ അവസരം തന്നു. ഒക്ലഹോമയിൽ പല സന്ദർഭങ്ങൾ കൺവെൻഷന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് പ്രസംഗിച്ച കർത്താവിന്റെ ദാസനാണ് ശുശ്രൂഷിക്കുന്ന ചർച്ചിലാണ്. അന്ന് മുതൽ ഈ ദേശത്ത് വന്ന വളരെ ക്ലോസ് ആയിട്ട് കർത്താവിന്റെ ദാസനെ ചെയ്യുന്ന ഈ ശുശ്രൂഷകളെ, കുടുംബത്തെ, ഇവിടെ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ സിസ്റ്റർ, പ്രിയ കർത്താവിന്റെ ദാസി, പ്രിയ മേഴ്സി മാമ, ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ചർച്ചിലാണ്. പാസ്റ്റർ ജേക്കബ് ചാക്കോ, അദ്ദേഹം ഒരു കുടുംബം, ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനിയമുഞ്ഞ പാസ്റ്റർ ഗായ് സ്തോത്രം, പാസ്റ്റർ ഡാനിയൽ തോമസ്, ഒത്തിരി സന്തോഷമുണ്ട് ഒരുമിച്ചായിരിക്കുന്നതിൽ. കർത്താവിന്റെ ദാസനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റെല്ലാ ഹ്യൂസ്റ്റണിൽ നിന്ന് ഞങ്ങളുടെ സഹോദരന്മാർ പ്രിയപ്പെട്ടവരെ ഞാൻ കാണുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ. ഇത്രയും ഒരു 40ഓളം സൂം റൂമുകൾ ഒരുമിച്ച് കൂടി ഈ സന്ധ്യയിൽ ദൈവത്തെ സ്തുതിക്കുന്നു പറയുന്ന ഒത്തിരി സന്തോഷമാണ്. ഇങ്ങനെ വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരം തരുന്നല്ലോ. ഗാഡ് ബ്ലസ്സസ് ഓൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അടുത്ത 40 മിനിറ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനിവിടെ ഹ്യൂസ്റ്റണിലെ ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് ഹ്യൂസ്റ്റൺ എന്ന ചർച്ചിന്റെ ശുശ്രൂഷയിൽ ഇപ്പോൾ ദൈവം ആക്കിയിരിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളുടെ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വൈഫും 2 മക്കളുമാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുന്നെങ്കിൽ അവർ അഡൽട്ട്സ് ആണ്. അഡൽട്ട് ഒത്തിരി അവരെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓർത്തും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഗാഡ് ബ്ലസ്. ഞാൻ ഇങ്ങനെ ഒരു സൂം റൂമിലൂടെ എനിക്ക് ലിൻസി തോമസ് സിസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കാരണം ദേവദാസി പാട്ടുകൾ പാടിയപ്പോ സൂം റൂമിലാണെങ്കിൽ ഒരു ഫിസിക്കലി ഇരുന്ന് ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം റൂമിൽ അനുഭവിപ്പാൻ കണ്ടിടയായത്. അപ്പം ആ ഒരു അനോയിന്റിങ്ങിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി അവരെ കുടുംബമായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ. നമുക്കൊരുമിച്ച് നിങ്ങൾക്കറിയാവുന്ന ഞാൻ ഒരു വലിയ റിവൈവൽ പ്രസംഗിയനല്ലെന്ന് നിങ്ങൾക്ക് ഇതിനോടകം അറിയാം. ഞാൻ എടുക്കുന്ന ദൈവവചനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവിടെ നിന്ന് ചില വാക്കുകൾ പറഞ്ഞ് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ അടുത്ത ഒരു 35-40 മിനിറ്റ്സ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ എപ്പോഴത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവചനം നമ്മളെ ഉണർത്താൻ, ദൈവവചനം അകത്ത് പ്രവേശിച്ച് അതിന് നമ്മളെ ഉണർത്താനായിട്ടുള്ള കഴിവുണ്ട്, അല്ലെ? കർത്താവിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അതിനെ നമ്മളെ വിടുവിപ്പാൻ കഴിയും. അതിന് ഈ സൂം റൂമിൽ ആണെന്ന് പറഞ്ഞാൽ എത്രയോ പ്രിയപ്പെട്ടവർ ഈ സൂമിലെ മീറ്റിങ്ങുകളിൽ സംബന്ധിച്ചിട്ട് തിരിച്ച റെസ്പോൺസ് എന്താണെന്നറിയാമോ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവശക്തി വ്യാപരിച്ച രോഗസൗഖ്യം ഉണ്ടായി. അത് ഞാൻ പറഞ്ഞത് അതിനൊരു ഫിസിക്കൽ നമ്മൾ ഒരുമിച്ച് വരണം, നല്ലതാണ് ഫിസിക്കലി. എന്നാൽ ഈ സൂം റൂമിൽ നമ്മുടെ റൂമുകളിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചിട്ട് പുതിയ അനുഭവങ്ങൾ ഉരുവാക്കുവാൻ തക്കവണ്ണം അത് ഇടയായിത്തരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ നിലയിൽ എപ്പോഴും മനസ്സിലാക്കുന്നത്. ഈ ചിലപ്പോഴൊക്കെ ഞങ്ങളെ പോലുള്ളവരെ ചിന്തിക്കും, പ്രിയപ്പെട്ടവർ പറയാറുണ്ട്, ദൈവശക്തിക്ക് പ്രാധാന്യം കൊടുക്കുക. അല്ലല്ല, ദൈവശക്തിക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു. കർത്താവിന്റെ ശക്തിയെ കുറച്ച് കാണാനോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ മിനിസ്ട്രി മുഴുവൻ വെറുതെ, അല്ലെ? മിനിസ്ട്രി മൊത്തം വെറുതെയാണ്. അത് വചനം ശുശ്രൂഷിച്ചാലും അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവവചനത്തിന്റെ സീഡിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചാണ് പുതിയ ജനനങ്ങൾ നടക്കുന്നത്, പുതിയ വിടുതലുകൾ നടക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്ന സീഡിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ച് നമുക്ക് ഒരുമിച്ച് അല്പസമയങ്ങൾ വചന പഠനവും ഒരു ആത്മീയ ചിന്തയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു തിരുവചന ഭാഗം, അത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം.
യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 7 through 10. 7 മുതൽ 10. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. Praise the Lord. Hallelujah. ഒരു മെസ്സപ്പായി ചർച്ച നിൽക്കുന്ന ഒരു അനുഭവത്തിൽ എഴുതുന്ന ഒരു ലേഖനം. അപ്പം പ്രായോഗികമായിട്ടുള്ള വശം, ഫെയ്ത്ത് എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, നമ്മുടെ വിശ്വാസം എങ്ങനെ നമുക്ക് പ്രദർശിപ്പിക്കാം, പ്രകടമാക്കാം, പ്രാക്ടിക്കലി അതെങ്ങനെ കൊണ്ടുവരാം. ഇതാണല്ലോ യാക്കോബിന്റെ ലേഖനം മൊത്തം. പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായിട്ട് വിശ്വാസികളും നീതീകരണമൊക്കെ പറയുമ്പോൾ ആ വിശ്വാസത്തെ പൊതുവായിട്ട് ഒരു ക്രിസ്ത്യനാക്കി മാറ്റാൻ എങ്ങനെ സാധിക്കും, നമ്മുടെ അകത്തുള്ള വിശ്വാസത്തെ പുറത്തുള്ള പ്രദർശനത്തിലൂടെ എങ്ങനെ ഒരു ക്രിസ്ത്യനാക്കി മാറ്റാൻ സാധിക്കും. അപ്പോ ചർച്ച അന്നത്തെ യാക്കോബ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ചർച്ച ഒത്തിരി മെസ്സപ്പാണ്. അതെങ്ങനെ അറിയാം? നമുക്ക് നോക്കാം. ഇതിന്റെ പശ്ചാത്തലം നോക്കാം. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ താഴോട്ട് നോക്കിയാട്ടെ. 1-ാം വാക്യം മുതൽ താഴോട്ട്. എന്റെ കൂടെ എനിക്കറിയാം, നമ്മളെ ഇങ്ങനെയുള്ള സൂം മീറ്റിങ്ങുകളാകുമ്പോ വീഡിയോ ഓൺ ചെയ്യാൻ ചിലടത്ത് സാധിക്കത്തില്ല. അതൊക്കെ നമുക്കറിയാം, വീഡിയോ ഓൺ ചെയ്യാൻ സാധിക്കത്തില്ല. ചിലപ്പം നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഡിന്നർ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഒന്നും വീഡിയോ ഓൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എങ്കിലും സാധിക്കുമെങ്കിൽ നല്ലതാണ്. മുഖം കണ്ട് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അനുഗ്രഹമാണ് അല്ലെ. പിന്നെ എന്നാൽ ദൈവ വചനത്തിൽ നിന്ന് നിങ്ങൾ കാത് കോർത്ത്, വീഡിയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വചനം ഒന്ന് കാത് കോർക്കണേ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? അപ്പൊ നോക്കിയേ, ഈ ചർച്ച്, അന്നത്തെ ചർച്ച് ഇന്നത്തെ ചർച്ചുമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അന്നത്തെ ചർച്ച് ഇപ്പൊ യാക്കോബ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ആ ചർച്ചിനകത്ത് എന്തോ ഉണ്ട്? ശണ്ടയും കലഹവും ഉണ്ട്. ശണ്ടയും കലഹവും എവിടെ നിന്ന് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 3-ാം അധ്യായത്തിൽ താൻ പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ചവരാണെങ്കിൽ എങ്ങനെ ജീവിക്കണം. മനസ്സിലായിരുന്നു? അപ്പം ഈ പ്രാകൃതമായിട്ടുള്ള ജ്ഞാനം, ഭൗമികമായിട്ടുള്ള ജ്ഞാനം, ലൗകികമായിട്ടുള്ള ജ്ഞാനം ഉള്ള സഭയിലാണ് എന്തോ ഉള്ളത്? അടിയുള്ളത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? നോക്കിയ ഞാൻ ഷാജി ദാനിയേൽ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞാലോ? അതുകൊണ്ട് പെട്ടെന്ന് നോക്കാം. 3-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കിയേ. 3-ാം അധ്യായത്തിന്റെ 13 മുതൽ നോക്കിയേ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാന ലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവർത്തികളെ കാണിക്കട്ടെ. നല്ല നടപ്പിൽ തന്റെ പ്രവർത്തികളെ കാണിക്കട്ടെ. അടുത്തത്, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ ഉയരത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചെന്ന് പച്ചക്കള്ളം പറയരുതെന്ന്. പിടികിട്ടിയല്ലോ അല്ലെ? നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇന്ന് രാത്രി ചിന്തിച്ചു നോക്കി എത്ര പ്രാവശ്യം കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മള് എപ്പോഴും പറയുന്നത് നമ്മൾ എവിടെ നിന്ന് ജനിച്ചവരാണെന്നാ? ഉയരത്തിൽ നിന്ന് ജനിച്ചവരാണ്. നമ്മൾ പറയുന്ന ഉയരത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചവരാണ്, സ്വർഗീയമായിട്ടുള്ള കൃപ പ്രാപിച്ചവരാണ്. പക്ഷെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും എന്നോട് ദേഷ്യപ്പെടാതിരിക്കാനാണ് ഞാൻ യാക്കോബിന്റെ വാക്യം വായിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടാലോ? അപ്പൊ അവിടെ പറയുകയാണ് എന്താ? എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ പച്ചക്കള്ളം പറയരുത് എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിരോധമായിട്ട്, അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത് പ്രശംസിക്കരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ശാഠ്യവും കയ്പും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉയരത്തിൽ നിന്ന് ജനിച്ചവരല്ല, ഉയരത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചവരല്ല. ഉയരത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ടാകത്തില്ല? കയ്പുണ്ടാകത്തില്ല, ശാഠ്യം ഉണ്ടാകത്തില്ല, ഈർഷ്യ ഉണ്ടാകത്തില്ല. താഴോട്ട് വായിച്ചു. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗതികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. ഒന്ന് നോക്കിയേ,
Are you all with me? നിങ്ങൾ എനിക്ക് എത്ര പേര് അവസാനം വരെ എന്റെ പ്രസംഗത്തിൽ ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇത് ഇങ്ങനെ കയ്പും ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത് സ്വർഗീയ ജ്ഞാനമല്ല, പകരം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? പൈശാചികം, പ്രാകൃതവും പൈശാചികവും ആയതത്രേ. എന്നിട്ട് പറഞ്ഞ ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് എന്തുകൊണ്ട്? കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിക്കോണം. പൗലോസ് യാക്കോബ് അപ്പോസ്തലൻ മറ്റേ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ചോദ്യം ചോദിക്കാനുള്ള കാരണത്തിലേക്കാണ് നമ്മൾ ഈ വരുന്നത്. അപ്പം യാക്കോബ് പറയുകയാണ്, ഉയരത്തിൽ നിന്ന് നിങ്ങൾ ജ്ഞാനം പ്രാപിച്ചെങ്കിൽ നിങ്ങൾക്ക് കലക്കമില്ല, ശാഠ്യയില്ല, ഈർഷ്യയില്ല. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഉയരത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചാൽ അത് പൈശാചികമാണ്, അത് ഭൗമികമാണ്, അത് പ്രാകൃതമാണ്. ഈ കാരണം ഈ ഭൗമികമായ, പ്രാകൃതമായ, പൈശാചികമായ ജ്ഞാനം പ്രാപിച്ചെടുത്താണ് എന്തോ ഉള്ളത്? കലക്കവും ഈർഷ്യയും ശാഠ്യവും ഉള്ളത്, അല്ലെ? എന്നാൽ ഉയരത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചാലോ? 17-ാം വാക്യം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പൊ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഈ പ്രാകൃതമായ ജ്ഞാനം പ്രാപിച്ചോ, ഭൗമികമായ പൈശാചികമായ ജ്ഞാനം എന്നിട്ട് പറഞ്ഞു ഉയരത്തിൽ നിന്ന് ജ്ഞാനം വരുന്നതിന്റെ സ്വഭാവം. പക്ഷേ യാക്കോബ് നോക്കിയപ്പോ സഭയ്ക്കകത്ത് എന്തുണ്ട്? ശണ്ട കാണുന്നു, കലഹം കാണുന്നു. അപ്പൊ അദ്ദേഹം ഭയങ്കര അതിശോക്തിയോടെ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? മേളിൽ ഈ ക്രൈറ്റീരിയ പറഞ്ഞു. അറിയോൾ വിത്ത് മീ? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? മേളില് ക്രൈറ്റീരിയ പറഞ്ഞു, ആത്മീയം എന്താണെന്ന് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ജനിച്ചത് എന്താണെന്ന് പറഞ്ഞിട്ട് പക്ഷെ സഭയ്ക്കകത്തോട് നോക്കിയപ്പോ എന്തുകൊണ്ട്? സഹോദരനോട് മിണ്ടത്തില്ല, പരസ്പരം കയ്പാണ്, കൈ കൊടുക്കാൻ മടിയാണ്, വിശുദ്ധ ചുംബനം കൊടുക്കത്തില്ല. ജയപ്രഭാസ് എന്നോട് ക്ഷമിക്കണമേ, ഇങ്ങനെയുള്ള വചനം അല്ല പ്രതീക്ഷിച്ചെങ്കിൽ എന്നോട് ഇന്നത് പ്രസംഗിക്കണമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ്. തീം തന്നാൽ തീമിൽ നിന്ന് പ്രസംഗിക്കും, ഇത് തീമും തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം എടുക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ പറയണേ. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പൊ യാക്കോബ് നോക്കിയപ്പോ സഭയ്ക്കകത്ത് എന്തോ കാണുന്നു? കലക്കം കാണുന്നു, ശാഠ്യം കാണുന്നു. മത്തായിച്ചൻ തോമാച്ചനോട് സംസാരിക്കുന്നില്ല, തോമാച്ചൻ കറിയാച്ചനോട് സംസാരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ നമ്മുടെയൊക്കെ ഇടകളിലൊക്കെ എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ ജനറൽ ബോഡിയോ പരിപാടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കേടൊന്ന് റിപ്പയർ ചെയ്ത് വരാൻ പിന്നെ 1 വർഷം എടുക്കും, ഉപയോഗിച്ച് പ്രാർത്ഥിച്ച്. അതൊന്ന് റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അടുത്ത ജനറൽ ബോഡി വരും. അങ്ങനെ ഒരു വലിയ ഗുണം നമുക്കുണ്ട്. അപ്പൊ എനിവേ, അപ്പോസ്തലൻ പറയുകയാണ് ഇത് പൈശാചികമാണ്. എന്നിട്ട് ഭയങ്കര അതിശോക്തിയോടെ ചോദിക്കുക എന്താണെന്നറിയാവോ? 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? അതെങ്ങനെ വരുന്നതെന്ന് അതിശയമാണ്. എന്നിട്ട് പറയുക അത് എവിടെ നിന്ന് വരുന്നു? നോക്കിയേ, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛ കൊണ്ടല്ലയോ? അപ്പൊ ഇത് വരുന്ന കാര്യം നിങ്ങളുടെ സ്വാർത്ഥത നിമിത്തമാണ്, സെൽഫിഷ്നെസ് ആണ്, ആത്മാവ് നിറഞ്ഞതിലല്ല. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞതിലല്ല. അതിന്റെ ഓരോ വാക്കുകളും എടുത്ത് ഞാൻ ബൈബിൾ സ്റ്റഡി ആയിരുന്നെങ്കിൽ വ്യാഖ്യാനിച്ച് പോകാമായിരുന്നു. എന്നാൽ അതിലേക്ക് വരുന്ന നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരണമല്ലോ. എന്നിട്ട് പറയുകയാണ്, നിങ്ങള് എന്തോ മോഹിച്ചിട്ടും നിങ്ങൾ പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായിക കൊണ്ടൊന്നും ലഭിക്കുന്നില്ല. അപ്പൊ യാചിക്കായിക കൊണ്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാത്തവരാണോ? അല്ല, ഇഷ്ടം പോലെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഈ പൊതുവെ വഴക്കുണ്ടാക്കുന്നവർ പോലും മത്സരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെ? മത്സരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. വഴക്കുണ്ടാക്കുന്നവർ പോലും മത്സരിച്ച് പാട്ടുകൾ എടുക്കുന്നവരുണ്ട്. പണ്ട് ഇപ്പൊ പിന്നെ കൊയറൊക്കെ അസൈൻ ചെയ്തേക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പണ്ടൊക്കെ നമുക്ക് കാണാമായിരുന്നു, ഒരച്ഛൻ പാടാനായിട്ട് എടുക്കുമ്പോ അടുത്ത വിശുദ്ധിയെ തികച്ചുന്നാമെന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടാൻ റെഡിയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്.
ഈ സൺഡേ ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ലഭിക്കുന്നില്ല. അതിന്റെ റീസൺ എന്താ നോക്കിയേ, അടുത്ത വാക്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണേ, 3-ാം വാക്യം. നിങ്ങൾ നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് കൊണ്ട്. ആ വല്ലാതെ എന്നുള്ളതിന് അർത്ഥം ഒന്ന് നോക്കണേ. നിങ്ങൾ അങ്ങ് വല്ലാതെ ചോദിക്കുന്നല്ല എന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയോ? യു ആസ്ക് ആൻഡ് ഡു നോട്ട് റിസീവ് ബിക്കോസ് യു ആസ്ക് വിത്ത് റോങ് മോട്ടീവ്സ്. അതാണ് എന്റെ കാര്യം. യു ആസ്ക് വിത്ത്, നിങ്ങൾ ഞാൻ കേട്ടില്ലെന്ന് കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കുന്നിടത്ത് വാഗണ്ടെന്ന് പറഞ്ഞ റോങ് മോട്ടീവ്സ് അല്ലേ? റോങ് മോട്ടീവ്സ്. കർത്താവേ എന്നെ പ്രസിഡന്റ് ആക്കണേ, ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ എനിക്കൊരു കൊട്ടാരം തരണേ, ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ എനിക്കൊരു മെർസിഡസ് ബെൻസ് തരണേ, ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു മനസ്സിലായി? കരഞ്ഞ് യാചിക്കുക. പക്ഷെ മോട്ടീവ് എന്താ? റോങ് മോട്ടീവ്സ്. വല്ലാതെ എന്ന വേർഡിന്റെ അവിടുത്തെ അർത്ഥം റോങ് മോട്ടീവ്സ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിൽ ചെല്ലുന്നില്ല. അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ പുറമേയുള്ള വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് നിങ്ങൾ തെറ്റായ ലക്ഷ്യത്തോടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ പുറമേയുള്ള വാക്കുകളെക്കാൾ ഹൃദയത്തെ നോക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. പുറമേയുള്ള പ്രസംഗത്തെക്കാൾ അകത്ത് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. പ്രാർത്ഥനയിൽ ചിലപ്പോൾ പുറത്ത് തെറ്റിപ്പോയെന്ന് വരും, പറഞ്ഞത് തെറ്റിപ്പോയെന്ന് വരും. നമ്മൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചതായിരിക്കത്തില്ല പുറത്തു വരുന്നത്. ചില കാര്യങ്ങളൊന്നും അകത്ത് പൗലോസ് പറയുന്ന പോലെ അകത്ത് ചില തിങ്ങലുകൾ കൊണ്ട് പുറത്തു വരുന്ന വാചകങ്ങൾ ക്ലിയർ ആകണമെന്നില്ല. എന്നാൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ പുറത്തുള്ള വാക്കുകളെ നോക്കുന്നതിനേക്കാൾ നമ്മുടെ ഇന്റൻഷനെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ അകത്താണ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചിന്തിക്കുന്ന, അറിയുന്ന, ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ പുറമേ പറയുന്നതിനേക്കാൾ, പുറത്ത് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മുടെ അകത്തെ നോക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന പാപമാകാം. പ്രാർത്ഥന പാപമാകാം. നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ എന്തോ ഈ പറഞ്ഞു പിടിക്കുന്നത്? പ്രാർത്ഥന പാപമാകാമോ? ആകാം. ഒരിക്കൽ പരീക്ഷ നിന്നിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നിനക്കറിയത്തില്ലേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാമെന്ന്. എന്താ വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. ഞാൻ ആ പ്രാർത്ഥനയുടെ ശൈലിയെ പറയുന്നത്. കർത്താവേ ഞാൻ എന്തൊക്കെ എന്റെ ഭക്തിയിൽ ചെയ്യുന്നെന്നുള്ളത് നിനക്കറിയത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അങ്ങോട്ട് പറഞ്ഞു തരാം. ഞാൻ ഉപവസിക്കുന്നവനാണ്, ഞാൻ ശബത്ത് ആചരിക്കുന്നവനാണ്, ഞാൻ പതാരം കൊടുക്കുന്നവനാണ്. എന്നിട്ട് കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെയല്ല. അത് നിനക്കറിയാമല്ലോ അല്ലെ? നമ്മൾ പലരും പ്രാർത്ഥിക്കുന്ന പോലെ, കർത്താവ് കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടുത്ത ട്രാക്ട് സ്വത്രം, ഞാൻ ഇന്നാക്ക് $10,000 കൊടുത്തത്, കർത്താവേ ഞാൻ ഇന്നടുത്ത് ചെയ്തത് അങ്ങ് അറിയുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി പ്രാർത്ഥിക്കുന്നവരല്ലേ? നിങ്ങൾ ആരിലും ഉണ്ടെന്നല്ലേ പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? റോങ് മോട്ടീവ്സ്. പക്ഷെ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പുറത്തൊരു വാക്ക് പോലും കേട്ടില്ലെങ്കിലും ചിലപ്പോൾ നിന്റെ നാവ് ചുണ്ട അനങ്ങുന്നത് മാത്രമേ മനുഷ്യന് കാണാൻ പറ്റത്തുള്ളെങ്കിലും നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, എന്താ ചെയ്യുന്നതെന്ന് അറിയാത്ത പുരോഹിതന്മാരോ പാസ്റ്റർമാരോ നോക്കുമ്പോൾ പോലും നിന്റെ പ്രാർത്ഥന എന്താണെന്ന്, നീ ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ ഇന്ന് രാത്രി കേട്ടോളൂ, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും നിന്റെ ഉള്ളിൽ കണ്ടിട്ട് മറുപടി നൽകി തരുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ അകം നുറുങ്ങുന്നതാണ് പ്രാർത്ഥന കേൾക്കുന്നതിന് അടിസ്ഥാനം. സഹോദരൻ,
നമ്മുടെ പാരമ്പര്യം എന്നല്ല. ഞാൻ ചില ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ പറയാറുണ്ട്, അതിന് പാരമ്പര്യമുള്ള ഹന്നയാണെങ്കിലും പാരമ്പര്യമില്ലാത്ത ഹാഗാറാണെങ്കിലും വളരെ പ്രൗഢിയുള്ള ദേവാലയമാണെങ്കിലും ചുട്ടുപൊള്ളുന്ന മണൽത്തരിയാണെങ്കിലും വലിയ ധനികനായ ശതാധിപനാണെങ്കിലും അല്ല വഴിയിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന ഭർത്തിമായി ആണെങ്കിലും നിന്റെ അകത്ത് നിന്നും മുഴങ്ങുന്ന കരച്ചിൽ കേട്ടിട്ട് ആ തകരുന്ന ഹൃദയത്തെ കണ്ടിട്ട് മറുപടി നൽകി തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവൻ മറുപടി തരാൻ അടിസ്ഥാനം നമ്മൾ പുറത്തു പറയുന്ന വാചക കസർത്തുകളല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ സ്ട്രക്ചർ അല്ല, അകത്ത മോട്ടീവ് കാണുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടോ? എന്നോടൊപ്പം കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പറയുകയാണ്, തിരിച്ച് കർത്താവ് പറയുകയാണ്, എന്താണെന്ന് അറിയാമോ? നിങ്ങൾ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മോട്ടീവ് എന്തല്ല? ശരിയല്ല. റോങ് മോട്ടീവ്. നിങ്ങൾ റോങ് മോട്ടീവോടെ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഒന്നും ലഭിക്കുന്നില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം എന്നിട്ട് അവരെ വിളിക്കുന്ന വിളിയെല്ലാം നിങ്ങൾക്കറിയാം. 4-ാം വാക്യത്തിലും ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്. 7-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾക്കിനി രക്ഷപ്പെടണമെങ്കിൽ, സഭയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ, വിശ്വാസികൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഹൃദയം തകർന്നുള്ള മാനസാന്തരത്തിന് മാത്രമേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭയ്ക്ക് ഇനിയും രക്ഷപ്പെടാൻ മാർഗമുണ്ട്. അതാ യാക്കോബ് പറയുന്നത്, ഇനിയും രക്ഷപ്പെടാൻ മാർഗമുണ്ട്. തകർന്നു പോയിട്ടില്ല. ഒരുപക്ഷെങ്കിൽ വളരെ ദൈവത്തിൽ നിന്ന് അകന്നു പോയി കാണാം, ദൈവം ഉപദേശിക്കുന്നതിൽ നിന്ന് മാറിപ്പോയി കാണാം. ഹല്ലേലൂയ. മടങ്ങി വരാൻ, രക്ഷപ്പെടാൻ ഇനിയും അവസരമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇനിയും സഭയ്ക്ക്, ദൈവജനത്തിന്, ദൈവമക്കൾക്ക് മടങ്ങി വരാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ അവസരമുണ്ടെന്ന് യാക്കോബ് പറയുകയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ മാനസാന്തരത്തിന്റെ അനുഭവം. ഈ മാനസാന്തരം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് പോലെ എന്താ അല്ല, മാനസാന്തരം എന്ന വാക്ക് എങ്ങനെ വാസ്തവത്തിൽ നമുക്ക് ഈ പിശാചിനോട് എതിർത്ത് നിന്ന് പിശാചിന്റെ മേൽ ജയമെടുക്കാൻ സാധിക്കും എന്നുള്ള സ്റ്റെപ്പുകളാണ് പിന്നെ യാക്കോബ് അവിടെ പറയുന്നത്. ഞാനിങ്ങനെ സാധാരണ പറയാറുണ്ട്, ഈ മാനസാന്തരം എന്നൊക്കെ പറയുമ്പോൾ സഭയിൽ എഴുന്നേറ്റ് കഴിഞ്ഞ ആഴ്ച ദൈവം നല്ലവനാ, ഈ ആഴ്ച വിശ്വസ്തന, എന്നെ കുത്തിപ്പൊക്കി ഒരു വാക്യവും വായിച്ചുകൊണ്ടിരുന്നോളാം എന്ന് പറയുന്നതല്ല മാനസാന്തരം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എല്ലാ ആഴ്ചയിൽ സാക്ഷി പറയുന്നവരല്ലേ? കഴിഞ്ഞ ആഴ്ച ദൈവം കൊട്ടാരക്കരയുടെ പ്രദേശത്ത് നിന്ന് കോട്ടയത്തിന്റെ പ്രദേശത്ത് വന്ന് വിശുദ്ധ മതികളോട് ചേർന്ന് ദൈവം എന്തെല്ലാം സ്ട്രക്ചറുകൾ പറഞ്ഞിട്ട് നമ്മൾ പറയും, കഴിഞ്ഞ ആഴ്ചയും ദൈവം നല്ലവനെ, ഈ ആഴ്ചയും ദൈവം വിശ്വസനിക്കുന്നു. കോട്ടയത്ത് PT തോമസ് പാസ്റ്ററാന്ന് തോന്നുന്നു ഒരിക്കൽ പഠിപ്പിച്ച ഇപ്രകാരം പറഞ്ഞു, ഒരു കൊച്ചു പയ്യൻ 10, 5, 8 വയസ്സുള്ള ഒരു പയ്യൻ സാക്ഷ്യം പറഞ്ഞു പോലും, മാനസാന്തരത്തിന്റെ സാക്ഷ്യം. കഴിഞ്ഞ ആഴ്ച ദൈവം നല്ലവനായിരുന്നു, ഈ ആഴ്ച ദൈവം വിശ്വസ്തനാണ്, എന്നെ ഹേമിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളാം. ഏത് വാക്യം എന്നറിയാം? അനേകം കാളകൾ എന്നെ വളഞ്ഞു, ഭാഷാങ്കൂറ്റന്മാരും എന്നെ ചുറ്റിയിരിക്കുന്നു. ഈ 5, 8 വയസ്സുള്ള കൊച്ചനെ ഏത് കാള വളയാനാ, ഏത് ഭാഷാങ്കൂറ്റം ചുറ്റാനാ? എന്നിട്ടും അവൻ ഇങ്ങനെ വൈകാട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് ഇല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഹൃദയം പൊട്ടി, എന്റെ ഹീബ്രു വേർഡ്സ് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഹൃദയം പൊട്ടി തകർന്ന് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുന്ന അനുഭവത്തിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയേ, അവിടെ പറയുകയാണ് നമുക്ക് രക്ഷപ്പെടാൻ. 7-ാം വാക്യത്തിൽ പറയുകയാണ്, എന്താണെന്ന് അറിയാമോ? നിങ്ങള് ദൈവത്തിന് കീഴടങ്ങുവീൻ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. മതി മമ്മേ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുക എന്താ? ദൈവത്തിന് കീഴടങ്ങും. എന്റെ ഗ്രീക്ക് വേർഡ്, അതിന്റെ അർത്ഥം നോക്കിയാൽ, ഗ്രീക്ക് വേർഡ് പറയുന്നില്ല, ഇവിടെ അർത്ഥം നോക്കിയാൽ സ്റ്റോപ്പ് റെസിസ്റ്റിംഗ് ഗാഡ്. ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ഹൈപ്പറ്റാസോ എന്ന വേർഡ്, അല്ലെ ഹിപ്പാറ്റാസോ എന്ന വേർഡ്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്റ്റോപ്പ് റെസിസ്റ്റിംഗ് ഗാഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ. ദൈവത്തോട് കിടങ്ങുന്ന വേർഡിനെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എന്താ? ദൈവത്തോട് മത്സരിക്കുന്നത്, ദൈവത്തെ ചെറുത്ത് നിൽക്കുന്നത്, അത് മതിയാക്കണമെന്ന്. ദൈവത്തോട്, ദൈവവചനത്തോട് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഹൃദയം കഠിനമാക്കുന്നത്, അത് മതിയാക്കണം. പകരം എന്ത് ചെയ്യണം? We should submit to God. നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. ഹല്ലേലൂയ. ഇന്ന്
രാത്രി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കളോട് ദൈവവചനത്തിൽ നിന്ന് പറയുമ്പോൾ ഈ രാത്രിയിൽ ഓർത്തോളൂ, മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, മടങ്ങി വരാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്, ദൈവാത്മാവിനെ, ദൈവവചനത്തെ റെസിസ്റ്റ് ചെയ്യുന്നത് മതിയാക്കണം. നമ്മുടെ ഹാർട്ട്നെസ്, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പാപങ്ങളിൽ ഒരു അതികഠിനമായ പാപമാണ് ഏതെന്നറിയാമോ? ഹൃദയകാഠിന്യം. ഹൃദയകാഠിന്യം. ആ ഹൃദയകാഠിന്യത്തിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡുകളൊക്കെ പഠിക്കേണ്ടതാ. മാർബിൾ ലൈക്ക് സ്റ്റോൺ എന്നാണ്. മാർബിൾ ലൈക്ക് സ്റ്റോൺ. ഹൃദയത്തെ എങ്ങനെ ആക്കുക? മാർബിള് പോലെ, കല്ലുണ്ടല്ലോ അതുപോലെ ആക്കി തീർക്കുക. എന്തുവാ മാർബിൾ കല്ലിന്റെ? നമ്മുടെ അടുക്കളയിലൊക്കെ ഇട്ടിരിക്കുന്ന എന്താ കല്ല? ഗ്രാനൈറ്റ്, മാർബിള്. എന്തിനാ ഇട്ടേക്കുന്നത്? ഒരു തുള്ളി വെള്ളം അതിനകത്ത് പിടിക്കാൻ പാടില്ല. ശരിയല്ലേ? നിങ്ങളുടെ ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പിലോട്ട് ഒരു കുടം വെള്ളം ഒഴിച്ചു നോക്കി, ഒരിച്ചിരി പോലും അതിനകത്തോട്ട് കയറത്തില്ല, പകരം എല്ലാം ഒഴുകി പോവും. എന്തിനാ പറയുന്നത്? പണ്ടത്തെ അപ്പച്ചന്മാര് പറയും ചേമ്പല വീണ പോലാന്ന്. എന്താ? ചേമ്പല വെള്ളം വീണ പോലാന്ന് പറയും. ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനത്തെ റെസിസ്റ്റ് ചെയ്യാതിരിക്കണം. നമ്മൾ ആത്മീയരായി നിൽക്കണമെങ്കിൽ, നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ, സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഒന്നും ആരും കളിപ്പിക്കാനിടയായി തീരരുത്. ഞാനിങ്ങനെ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലെ രോഗങ്ങളോ, നമ്മുടെ വീട്ടിലെ കഷ്ടതകളോ, പ്രയാസങ്ങളോ വേറൊരു വ്യക്തി മുതലെടുക്കാൻ അനുവദിക്കരുത്. പകരം ഇനി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, ഞാൻ എന്റെ വീട്ടിൽ വിടുതൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്റെ ദൈവത്തിന് കീഴടങ്ങിയെങ്കിൽ മാത്രമേ എന്റെ ഭവനത്തിൽ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. എത്ര പ്രവാചകന്മാർ വന്ന് പ്രവചിച്ചാലും, എത്ര പാസ്റ്റർമാർ വന്ന് തലയിൽ കൈവച്ച് കുലുക്കിയാലും, നിന്റെ വീട്ടിൽ വിടുതൽ ഉണ്ടാകണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിന് കീഴടങ്ങിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. മാനസാന്തരം ഇല്ലാത്തടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കീഴടങ്ങുമ്പോ എന്താ വചനം പറയുന്നത്? ദൈവത്തിന് കീഴടങ്ങുമ്പോ പിന്നെ പിശാചിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ടാണ് നേരത്തെ വചനവും കർത്താവിൻദാസൻ സമയമൊക്കെ തന്നെങ്കിലും ഇങ്ങനെ പ്രസംഗത്തിന്റെ ആ സ്പിരിറ്റിലേക്ക് വരുമ്പോ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് ഈ പിശാചിനോട് ഒരു കാരണവശാലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ഒരിക്കലും ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് വെറും കഥയാ. ഒരു വേട്ടക്കാരൻ ഒരു വലിയ കരടിയെ കണ്ടു. കരടിയെ കണ്ടിട്ട് വെടിവെക്കാൻ തന്നെ റൈഫിൾ എടുത്ത് വെടിവെക്കാൻ ഇങ്ങനെ അങ്ങോട്ട് എടുത്തപ്പോ ഉടനെ ഈ കരടി പറഞ്ഞെന്നാ പറഞ്ഞ കെട്ടുകഥയാണ്. ഈ കരടി പറഞ്ഞെന്നാ പറഞ്ഞ വെയിറ്റ്, നീ എന്നെ വെടിവെക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഒരുമിച്ചിരുന്നൊന്ന് സംസാരിച്ച് കോംപ്രമൈസിലെത്തുന്നതല്ലേ നല്ലത്. അപ്പൊ വേട്ടക്കാരനും തോന്നി എന്നാ ഒന്ന് സംസാരിച്ചു നോക്കാം. ഈ റൈഫിൾ മാറ്റി വെച്ചിട്ട് സംസാരിച്ചു. എന്ത്? അപ്പൊ ഈ കരടി ചോദിച്ചു, നീ എന്തിനാ എന്നെ വെടിവെക്കുന്നത്? എന്താണ് നിന്റെ ആവശ്യം? അപ്പൊ വേട്ടക്കാരൻ പറഞ്ഞു, വളരെ സിമ്പിളാണ്. എനിക്ക് ഒരു മൃഗത്തിന്റെ പുതപ്പ് കൊണ്ട്, അല്ലെങ്കിൽ നിന്റെ ഈ തുകൽ കൊണ്ടുള്ള ഒരു പുതപ്പണിക്ക് വേണം. ഒരു പുതപ്പണിക്ക് ഉണ്ടാക്കണം നിന്റെ തുകൽ കൊണ്ട്. അതിനാണ് ഞാൻ നിന്നെ വെടിവെക്കാൻ പോകുന്നത്. അപ്പൊ ഈ കരടി പറഞ്ഞു, അയ്യോ അത്രേ ഉള്ളൂ, അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്ന വിഷയങ്ങളാണ്. അപ്പൊ കരടി പറഞ്ഞു, എന്റെ ആവശ്യം എന്ന് പറഞ്ഞത് എനിക്ക് വയറ് നിറച്ച് ആഹാരം വേണം. അപ്പൊ എന്റെ ആവശ്യം എനിക്ക് വയറ് നിറച്ച് ആഹാരം വേണം. നിന്റെ ആവശ്യം എന്താണ്? ഒരു കംപ്ലീറ്റ് പുതപ്പ് വേണം ഈ കരടിയുടെ തുകൽ കൊണ്ട്. ഇവർ തമ്മിൽ കോംപ്രമൈസ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോ ഉണ്ട് ഈ കരടി തന്നെ നടന്നു പോകുന്നു വയറ് നിറഞ്ഞവനായിട്ട്. വേട്ടക്കാരനെ അവിടെ കാണാനില്ല. ശരിയല്ലേ? കരടിയുടെ ആവശ്യവും നടന്നു, വയറ് നിറഞ്ഞു, വേട്ടക്കാരന് തുകലും കിട്ടി, അല്ലേ? കവറും കിട്ടി. അവനെ കവർ ചെയ്ത് ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, പിശാചുമായിട്ട് ഒരു കോംപ്രമൈസും പറ്റത്തില്ല. പിശാചുമായിട്ട് ഒരു കോംപ്രമൈസും ദൈവജനത്തിന് നടക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. സാത്താന്യ ശക്തികളുമായിട്ട്, ഡെവിളുമായിട്ട്, പിശാചുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതാണ് ദൈവത്തിന്റെ വചനം.
നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? പിശാച് നമ്മെ വിട്ട് ഓടിപ്പോ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ, നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ, നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ, നമുക്ക് അനോയിന്റഡ് ആയിട്ടുള്ള ദൈവദാസന്മാരുണ്ട്. അവര് എത്രയോ വേദപുസ്തകത്തിൽ തന്നെ അപ്പോസ്തലന്മാർ കരം വെച്ച് പ്രാർത്ഥിച്ച് വിടുതൽ ഉണ്ടായിട്ടില്ലേ? എന്നാൽ ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ, പിശാചിന്റെ വീടിനെ വിട്ടുപോകണമെങ്കിൽ, പിശാചിന്റെ ലൈഫിനെ വിട്ടുപോകണമെങ്കിൽ, പിശാചിന്റെ തലമുറ വിട്ടുപോകണമെങ്കിൽ, യാക്കോബ് പറയുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് സബ്മിറ്റ് യുവർ സെൽഫ് ടു ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തിൽ പറയുന്നത് സ്റ്റോപ്പ് റെസിസ്റ്റിംഗ് ഗാഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ എൻ്റെ ദൈവത്തെ റെസിസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഇടയാകും. ദൈവത്തിന്റെ വചനത്തെ, എൻ്റെ ജീവിതത്തോട് ഇടപെടുന്ന, എൻ്റെ സഭയോട് ഇടപെടുന്ന, എൻ്റെ കുടുംബത്തോട് ഇടപെടുന്ന, എൻ്റെ കുഞ്ഞിനോട് ഇടപെടുന്ന ആ വചനത്തെ റെസിസ്റ്റ് ചെയ്യാൻ ഇടയാകും. നിങ്ങൾ എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ വീടുകളിലും ഉണ്ടായി കാണും. ഈ പിള്ളേർ തമ്മിൽ, മൂത്ത പിള്ളേരും ചെറിയ പിള്ളേരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പല അനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്, നിങ്ങളുടെ ലൈഫിലും കാണും. ഈ മൂത്ത കൊച്ചനും ഇളയ കൊച്ചുകൂടെ വഴക്കുണ്ടാക്കിയാൽ, മൂത്ത കൊച്ചൻ ഇളയ കൊച്ചനെ അടിക്കാൻ ഓടിച്ചാൽ, ഇളയ കൊച്ചി ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയോ? ഓടി വന്നിട്ട്, കാരണം അതിനറിയാൻ നിൽക്കാൻ പറ്റത്തില്ലെന്ന്, ഓടി വന്നിട്ട് ഡാഡിയെ കയറി കെട്ടിയ കൂടി. നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ടോ അത്? ഈ രണ്ട് പിള്ളേരും, മൂത്ത പിള്ളേരും ഇളയ കൊച്ചും കൂടെ വഴക്കുണ്ടായാൽ, ഇളയ കൊച്ച് ബലഹീനാണെന്ന് മനസ്സിലായാൽ ഓടി വന്നിട്ട് ചെയ്യുന്ന എന്താണെന്നറിയോ? ഡാഡിയെ കയറി കെട്ടി അങ്ങ് പിടിച്ച് ഡാഡി എന്നൊക്കെ ഒരു വിളി വിളിക്കും. എനിക്ക് ഒരു മോനും മോളാണ്. ഇവിടെ പല പ്രാവശ്യങ്ങളാണ് സംഭവിച്ചിട്ടുണ്ട്. ഡാഡി എന്നൊക്കെ പറഞ്ഞൊരു വിളി വിളിക്കും. വിളിച്ച് കയറി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ മൂത്തവന്റെ പൊടി പോലും പിന്നെ അവിടെ കാണത്തില്ല. ഒരിക്കലും ഞാൻ കേട്ടു, മൂത്ത കൊച്ചൻ പറയുന്നത്, നീങ്ങി ഇറങ്ങി വരും അന്നേരം കണ്ടോളാം, നീങ്ങി ഇറങ്ങി വരും അന്നേരം കണ്ടോളാം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപാകെ കീഴടങ്ങാൻ തയ്യാറായ പിശാചിന് നിന്റെ പരിസരത്ത് പോലും വരാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നിന്നെ കണ്ടുകൊണ്ടല്ല, നിന്റെ ശക്തി കണ്ടുകൊണ്ടല്ല. നീ ഷാജി ഡാനിയൽ എന്ന് പറയുന്ന ഒരു വലിയ പാസ്റ്റർ എന്നുള്ള നിലയിൽ പിശാചി പേടിച്ച് മാറി നിൽക്കുമൊന്നുമല്ല. ഞാൻ ചിലപ്പോൾ എന്റെ ചർച്ചയിൽ പറയാറുണ്ട്, നീ അലർന്നതിനേക്കാൾ വലിപ്പത്തിൽ അലറാൻ അവന് കഴിവുണ്ട്. പിശാചെ എന്നൊക്കെ പറഞ്ഞ് നീ അലർന്നതിനേക്കാൾ ഉച്ചത്തിൽ അലറാൻ അവന് ശക്തിയുണ്ട്. എന്നാൽ അവൻ ഓടാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന, നീ പിടിച്ചിരിക്കുന്ന, നീ വീണ് വണങ്ങിയിരിക്കുന്ന കർത്താവിന്റെ ശക്തിയെ കണ്ടാൽ പിശാചിന് നിന്റെ അടുക്കലെത്തുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവവൈതലെ, മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം, പിശാച് നമ്മളെ വിട്ടുപോകാൻ ഒന്നാമത്തെ സ്റ്റെപ്പ്, ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? കീഴടങ്ങണം എന്നുള്ളതാണ്. ഹ്യൂമിലിറ്റി ആൻഡ് റിപ്പന്റൻസ്. ദൈവത്തിന് കീഴടങ്ങുന്നതാണ്. ഒരു വലിയ രക്തച്ചൊരിച്ചിൽ, ബാറ്റിലിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. പകരം എന്താ? നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യുക? കീഴടങ്ങുക. അതുകൊണ്ടല്ലേ 91-ാം സങ്കീർത്തനം അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ബാക്കി അങ്ങ് വായിച്ചോ. ഒരു ശക്തിക്കും നിന്റെ അടുക്കലേക്ക് അടുക്കാൻ പറ്റാത്തതിന്റെ കാരണം നീ അഭയം പ്രാപിച്ചിരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെ ആയതുകൊണ്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഒരുപാട് സമയങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, നമുക്ക് വേണ്ടി ജയം തന്നിരിക്കുന്ന കർത്താവുണ്ടല്ലോ, ഈ ശത്രുവിന്റെ മേൽ ജയമെടുത്ത കർത്താവാണ്. ശത്രുവിന്റെ മേൽ ജയമെടുത്ത കർത്താവാണ്. ഒരിക്കല് ഞാൻ ആ ഒരു സ്റ്റോറിയുടെ പറഞ്ഞൊരു ആശയം പറഞ്ഞ് എനിക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. കാരണം ആ ആശയങ്ങൾ മുന്നോട്ട് പോകണം. പല സ്റ്റെപ്പുകൾ, ഡെവിളിനെ കീഴടക്കുന്ന പല സ്റ്റെപ്പുകൾ എൻ്റെ നോട്ട്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതിലേക്കൊന്നും പോകുന്നില്ല. ഈ ഒരു കാര്യം മാത്രം, ദൈവത്തിന് കീഴടങ്ങി. നമുക്ക് ഉള്ള മാസ്റ്റർ, നമ്മുടെ കമാൻഡർ ഇൻ ചീഫ്, ഈ ശത്രുവിനെ പിടിച്ച് കെട്ടി കീഴടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവനിൽ ആശ്രയിച്ചാൽ മതി. ഒരിക്കലും ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, നെപ്പോളിയൻ ചക്രവർത്തി, അദ്ദേഹം ഒരു മനുഷ്യനോട്, ഒരു വർക്ക്മാനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു ബുള്ളറ്റ് പ്രൂഫ് കോട്ട് ഉണ്ടാക്കണം. ബുള്ളറ്റ് പ്രൂഫ്, എത്ര വെടിയെ വന്നാലും ഈ ശരീരത്തെ ഏശാത്ത ഒരു ബുള്ളറ്റ് പ്രൂഫ് കോട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കണം. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞ, അതിനെന്താ, ഞാൻ ഉണ്ടാക്കി തരാം. അവനുണ്ടാക്കി, മാസങ്ങൾ കൊടുത്തു, അവനുണ്ടാക്കി ബുള്ളറ്റ് പ്രൂഫ് കോട്ട്.
നെപ്പോളിയന് വേണ്ടി. അങ്ങനെ ഈ ബുള്ളറ്റ് പ്രൂഫ് കോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് റെഡിയാണെന്ന് അറിയിച്ചു. അപ്പൊ ചക്രവർത്തി വന്ന് ഈ കോട്ട് എല്ലാം നോക്കിയിട്ട് ഈ ഉണ്ടാക്കിയവനോട് പറഞ്ഞു, ഓ ഫിറ്റ് ആണോ എന്ന് ഞാൻ നോക്കട്ടെ, നീ ഒന്ന് ഇട്ട് കാണിക്കാൻ പറഞ്ഞു. അവന് ഫുള്ളായിട്ട് ഇട്ട് കാണിച്ചു. ഇട്ട് എല്ലാം നോക്കിയിട്ട് ചക്രവർത്തി ഒരു 3-4 സ്റ്റെപ്പുകൾ ഇങ്ങ് പുറകോട്ട് മാറിയിട്ട് തന്റെ റൈഫിൾ എടുത്തു, തോക്കെടുത്തിട്ട് ഈ കുപ്പായം ഇട്ട് നിൽക്കുന്ന മനുഷ്യന്റെ നെഞ്ച് നോക്കി വെടിവെക്കാൻ തയ്യാറായി. ഈ മനുഷ്യൻ പറഞ്ഞു, അയ്യോ എന്നോ വെടിവെക്ക. അവനെ ഉണ്ടാക്കിയതെങ്കിലും അവന് പേടി തോന്നി. ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ പരീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിൽ ഈ വാക്കുകൾ ഒന്നും കേട്ടില്ല. നെപ്പോളിയൻ പറഞ്ഞു, നീയാണ് പറഞ്ഞത് ഒരു ബുള്ളറ്റ് പോലും ഇതിനകത്തൂടെ പോകത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ വെടിവെക്കാൻ പോവുക. അവനെ വെടിവെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബുള്ളറ്റ് പോലും അകത്തേക്ക് പോകാത്ത നിലയിൽ അത് ബുള്ളറ്റ് പ്രൂഫായിട്ട് അത് മാറി. ഇന്ന് രാത്രി ഇവിടെ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിനക്ക് തന്നിരിക്കുന്ന സ്പിരിച്വൽ വെപ്പൺസ് ഉണ്ടല്ലോ, ആ ഡിഫൻസീവ് ഷീൽഡ് ഉണ്ടല്ലോ, അതെനിക്കും നിങ്ങൾക്കും തരുന്നതിന് മുൻപേ കാൽവറി ക്രൂശിൽ അത് ഇട്ട് ശത്രു അയച്ച സർവ കാര്യങ്ങളെയും അവന്റെ സർവ സ്ട്രാറ്റജിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്രൂശിൽ അടിയറവപ്പിച്ച് വിജയം പ്രാപിച്ചിട്ടാണ് ഈ ആത്മീയ ആയുധങ്ങൾ ദൈവമക്കൾക്ക് ധരിപ്പാനായിട്ട് നമ്മുടെ കർത്താവ് തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം, ഇത് ഉണ്ടാക്കിയവൻ തന്നെ ധരിച്ചിട്ട് മനസ്സിലാക്കണം. ഈ ബുള്ളറ്റ് പ്രൂഫ് കോട്ട് ഉണ്ടാക്കിയവൻ തന്നെ അത് ധരിച്ചിട്ട് ശത്രുവിന് അവനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് പ്രൂവ് ചെയ്തിട്ട് തെളിയിച്ചിട്ട് വിജയിച്ചിട്ടാണ് തന്റെ ജനത്തിന് ഈ ആയുധങ്ങൾ ധരിപ്പാനായിട്ട് തന്നിരിക്കുന്നത്. എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഹല്ലേലൂയ. ഇന്ന് നമുക്കുള്ള ആയുധം, ഏറ്റവും വലിയ ആയുധം വിശ്വാസത്തിന്റെ ആയുധമാണ്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, വാക്കുകളെ ഞാൻ ചുരുക്കുന്നതിന് മുമ്പായി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. പിശാചിന്റെ ആയുധപ്പുരയിലെ ഏറ്റവും വലിയ ആയുധം നമ്മെ നിരാശപ്പെടുത്തി കളയുകയാണ്. നമ്മുടെ ജോലി പോകുന്നതല്ല, ജോലി പോകുമ്പോൾ ഉണ്ടാകുന്ന നിരാശ. നാം രോഗമാകുന്നതല്ല, നാം രോഗിയായിരിക്കുമ്പോൾ വരുന്ന നിരാശ. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകളിൽ വരുന്ന പരാജയമല്ല, അത് വന്നിരിക്കുമ്പോഴുണ്ടാകുന്ന നിരാശ. ഹല്ലേലൂയ. ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറയുന്നതല്ല, ആ നിന്ദിക്കുമ്പോഴുണ്ടാകുന്ന നിരാശയുണ്ടല്ലോ, അതാണ് നിന്നെ തളർത്തി കളയുന്നത്. നമ്മെ തളർത്തി കളയുന്ന പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം നിരാശയുടെ ആയുധമായിരിക്കുമ്പോൾ ആ മിസൈലിനെ എതിർക്കത്തക്ക നിലയിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുന്നു, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് ആയുധം ഒരുപാട് കാര്യങ്ങളൊന്നും നീ ചെയ്യേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി ആയുധത്തെ ഉണ്ടാക്കിയ ഒരു കർത്താവുണ്ട്. കാൽവരി ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്ത ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് പറയുന്നത്, പിശാച് നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവനെ റെസിസ്റ്റ് ചെയ്യുക, ദൈവത്തെ റെസിസ്റ്റ് ചെയ്യുകയല്ല. പകരം പിശാചിനെ റെസിസ്റ്റ് ചെയ്തിട്ട് ദൈവത്തിന് കീഴടങ്ങുക. ദൈവത്തിന് കീഴടങ്ങാൻ തയ്യാറാണെങ്കിൽ, വിശ്വാസം എന്ന പരിചയം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ശത്രു അയക്കുന്ന ഒരു തീയമ്പിനും നിന്നെ തകർക്കുവാൻ പറ്റില്ല. നിന്റെ മിനിസ്ട്രിയെ തകർക്കുവാൻ പറ്റില്ല, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പറ്റില്ല, നിന്റെ തലമുറയെ തകർക്കാൻ പറ്റില്ല. കാരണം വിജയിച്ചവൻ ആയുധം നമുക്ക് തന്നു. ആ ആയുധം നമുക്ക് എന്താ? ദൈവത്തിന് കീഴടങ്ങുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഡെവിളിഷ് അറ്റാക്കുകളെ എതിർത്ത് നിൽക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഒരെണ്ണ കാര്യമേ ഞാൻ ഇവിടെ പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് ദൈവത്തിന് കിടങ്ങുക. ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ചേർന്നൊന്ന് പറയാമോ? ദൈവത്തിന് കിടങ്ങുവേ. ഹല്ലേലൂയ. നമ്മുടെ നാവ് ഒന്ന് ചലിക്കട്ടെ. ദൈവത്തിന് കിടങ്ങുക. നിങ്ങൾക്ക് എനിക്ക് കാണാമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒന്ന് നാവ് ചലിപ്പിച്ചിട്ട് ആ ശബ്ദം ഒന്ന് പുറത്തു വന്നിട്ട് പറയുക, ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. ഹല്ലേലൂയ. ആ വിശ്വാസം എന്ന പരിചയം എന്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. എനിക്കറിയാം തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി പോവുകയാണ്. അതിനു മുൻപേ ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ വചനം കേട്ട ദൈവമക്കൾക്ക് വേണ്ടി എന്റെ പ്രാർത്ഥന ഇതാണ്. ഈ വചനത്തിലൂടെ വ്യാപരിച്ച ദൈവശക്തിയിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ചില വിടുതലുകൾ നടക്കട്ടെ. രോഗികളായിരിക്കുന്നവരുണ്ടെങ്കിൽ, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്ന
ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, തലമുറയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, തലമുറയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബാന്തരീക്ഷത്തിൽ ജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട്, പിശാചിനോട് എതിർത്ത് നിന്നുകൊണ്ട്, വിശ്വാസം എന്ന പരിചയന്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി, ദൈവത്തിന്റെ ദാസന്മാർ പലരും ഇവിടെ ഉണ്ടല്ലോ, അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ശരിയായ ഒരു മാനസാന്തരം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ, കേൾക്കുന്ന ജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ, മടങ്ങി കർത്താവിലേക്ക് വരുവാൻ, ദൈവത്തിന് കീഴടങ്ങുവാൻ, ദൈവത്തെ റെസിസ്റ്റ് ചെയ്യാതിരിക്കാൻ, കർത്താവ് പറയുന്ന കാര്യങ്ങളെ റെസിസ്റ്റ് ചെയ്യാതെ പിശാചിനോട് റെസിസ്റ്റ് ചെയ്യുവാൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ ഉള്ള ബലം ഞങ്ങൾക്ക് വീണ്ടും തരണമേ. ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിർത്തണമേ കർത്താവേ. ദുഷ്ടന്റെ എല്ലാ തീയമ്പുകളെ എതിർത്ത് നിൽക്കത്തക്ക നിലയിൽ ആ വിശ്വാസം എന്ന പരിച ഏറ്റെടുത്തുകൊണ്ട് അത് എന്തിക്കൊണ്ട് കർത്താവെ പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. ഈ വചനം കേട്ട ദൈവമക്കൾ ആരെങ്കിലും കർത്താവെ വേദനയിലായിരിക്കുന്നെങ്കിൽ, പ്രയാസത്തിലായിരിക്കുന്നെങ്കിൽ, രോഗികളായിരിക്കുന്നെങ്കിൽ, മനസ്സിനെ തകർക്കുന്ന വിഷയങ്ങളുമായിട്ട് ദൈവസനിൽ ഇന്ന് രാത്രി ഇരിക്കുന്നവരുണ്ടെങ്കിൽ, ആരെന്നും ഞങ്ങൾ അറിയുന്നില്ല, പക്ഷെ ഹൃദയത്തെ അറിയുന്ന ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശു തമ്പുരാന്റെ നാമത്തിൽ. അങ്ങയുടെ ജനത്തിന് ഒരു വിടുതൽ ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. ആ വിടുതൽ ഏറ്റെടുക്കുന്ന സാക്ഷ്യങ്ങൾ കേൾപ്പാൻ കർത്താവെ കൃപ ചെയ്യട്ടെ. അത്ഭുതങ്ങൾ അവിടെ നടക്കട്ടെ. ആ റൂമുകളിൽ വലിയ ദൈവിക വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ പിതാവേ. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾപ്പിച്ച വചനം ഞാൻ ആത്മീയ വളർച്ചയ്ക്ക് കർത്താവെ അങ്ങയോട് കൂടുതൽ അടുക്കുന്നതിന്, ആ ക്രൈസ്റ്റ് ലൈക്നെസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ പുകഴ്ചയും അങ്ങയ്ക്ക്. ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ ദാസനെ, കുടുംബത്തെ, കൂടെ പ്രവർത്തിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.